ഇവിടെ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ പൂർണ്ണമായും ഈ കേസിനോട് സഹകരിക്കുന്നുണ്ട്. പോലീസിനോ ഈവൻ ഈ പറഞ്ഞ പരാതിക്കാരുടെ കുട്ടികൾക്കോ മാതാപിതാക്കൾക്കോ ഒന്നും മനുവിനെ സംരക്ഷിക്കാൻ വേണ്ടി KCA ഇറങ്ങിത്തിരിക്കുന്നു, ഉന്നതരെ അതിൻ്റെ പുറകിലുണ്ടെന്നു എന്നൊക്കെ പറയുന്നത് തികച്ചും വസ്തുതാ വിരുദ്ധമാണ്. രണ്ടാമത്, ഇപ്പോൾ എന്താണ് ഞാൻ പറഞ്ഞ മാതിരി ഇവിടെ ഒരു പേരൻ്റെങ്കിലും ഈവൻ നമ്മളുടെ ഈ ചാനൽ ചർച്ചയിൽ വന്നിരുന്ന പേരൻ്റ് പോലും KCA ഞങ്ങൾക്ക് വിശ്വാസമാണ്, KCA സെക്രട്ടറി ഫോൺ എടുക്കാറുണ്ട്, KCA സെക്രട്ടറി സംസാരിക്കാറുണ്ടെന്നാണ് പറഞ്ഞത്. അല്ലാതെ KCA സെക്രട്ടറി ഇതിനെ പ്രൊട്ടക്റ്റ് ചെയ്തെന്നോ ഞങ്ങൾക്ക് സംശയമുണ്ടെന്നോ എവിടെയും പരാതി കൊടുത്തിട്ടില്ലെന്നാണ് ഞങ്ങളുടെ അറിവ്. ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. അവരൊക്കെ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞത് ഈ മനു ശിക്ഷിക്കപ്പെടണം, അത് തീർച്ചയാണ് ഞങ്ങളുടെയും നമ്മളുടെയും പൊതു സമൂഹത്തിൻ്റെയും ആവശ്യമാണ് അങ്ങനെയുള്ളവർ ശിക്ഷിക്കപ്പെടണമെന്നുള്ളത്. അതിന് KCA എപ്പോഴും ഈ കുട്ടികളുടെ ഒപ്പവും ജനങ്ങളുടെ ഒപ്പമാണ്. കാരണം നമ്മൾ അങ്ങനത്തെ ഒരു പ്രസ്ഥാനമാണ്, ഒരു ചെറിയൊരു പ്രസ്ഥാനമല്ല. ഞങ്ങൾ നിങ്ങളിത് പറയുമ്പോൾ 2010-12 കാലഘട്ടങ്ങൾ മുതൽ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ അക്കാഡമികളുണ്ട്. ഇവിടെ ജൂനിയർ താരങ്ങൾ ഇപ്പം നമ്മളുടെ ഇപ്പോൾ കളിക്കുന്ന ഇന്ത്യ കളിക്കുന്ന മിന്നുമണിയും സജനയും അടക്കം ഞങ്ങളുടെ പ്രൊഡക്റ്റാണ്. ഇന്ത്യ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ മൊത്തമായി ഇൻഹൗസ് ട്രെയിനിങ് സിസ്റ്റത്തിൽ കൂടി ഈ ട്രെയിനേഴ്സ് കോച്ചസ് എല്ലാം ആൺകുട്ടി. ജസ്റ്റിൻ എന്ന് പറഞ്ഞൊരു കോച്ചാണ് വനിതാ ടീമിൻ്റെ കോച്ച്. അദ്ദേഹത്തിൻ്റെ കീഴിലും സുമൻ ശർമ്മയുടെ ഒപ്പമാണ് ആദ്യമായി ഒരു ട്രോഫി കേരളത്തിലേക്ക് കൊണ്ടുവരുന്നത് വനിതാ ക്രിക്കറ്റ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇങ്ങനെ ഒരു ഇൻ്റർ ഡിസ്ട്രിക്ട് മാച്ചുകൾ നടക്കുന്നുണ്ട്, കേരളത്തിൻ്റെ ടൂർണമെൻറ്റുകൾ നടക്കുന്നുണ്ട്, പിങ്ക് ടൂർണമെൻറ്റ് നടക്കുന്നുണ്ട്, പല ടൂർണമെൻറ്റുകൾ നടക്കുന്നുണ്ട്. ഇവിടെ എല്ലാം കേരള ക്രിക്കറ്റ് അസോസിയേഷൻ വളരെ ശ്രദ്ധാപൂർവവും കാര്യങ്ങൾ നടത്തി പോകുന്നുണ്ട്. അതിനിടയിൽ ഇതേമാതിരി ചില എന്താ പറയുക നമ്മൾ വിചാരിക്കാത്ത, ഞാൻ പറഞ്ഞല്ലോ ഇത്രയും 10 വർഷം ഇവിടെ പ്രാക്ടീസ് ചെയ്തിട്ട് ഇതുവരെയും ഒരു മാതാവിനോ ഒരു പിതാവിനോ ഒരു കുട്ടിയോ അല്ലെങ്കിൽ ആ ഒരു കുട്ടി കൂട്ടുകാരികളുടെ അടുത്തോ സഹോദരിമാരുടെ അടുത്തോ അല്ലെങ്കിൽ ഒരു വിമൻ കോച്ചിൻ്റെ അടുത്തോ പ്ലേയേഴ്സിൻ്റെ അടുത്തോ ആരും ഒരു പരാതി പറഞ്ഞിട്ടില്ല. അങ്ങനെ നേരത്തെ ശ്രദ്ധയിൽപ്പെടണമല്ലോ. അപ്പോൾ അതിൻ്റേതായ ടാലൻ്റ് ഉണ്ടായിരിക്കുക. അല്ലാതെ നമ്മളെന്താ പറയുക, ഇവിടെ ആർക്കും ഇവിടെ ഇത്ര പേരൻസിൻ്റെ മുമ്പിൽ കോച്ചിങ് നടക്കുന്നു, ഈ ഒരു വനിതാ കോച്ച് കൂട്ടത്തിലുണ്ടാവുന്നു, ഈ ഒരു സമയത്തൊന്നും ഒരു പരാതികളും വരുന്നില്ല. ഇതിനിടയ്ക്ക് എന്താണ് ഒരു വനിതാ ടീമിൻ്റെ കുഴപ്പം? ഇപ്പോൾ ഒരു മെൻ ടീമാണെങ്കിൽ ഒരു വനിതാ ടീമല്ല, ജൂനിയർ താരങ്ങളും വനിതാ താരങ്ങൾക്കും ഒരു ടൂർണമെൻറ്റുകളില്ല കേരളത്തിൽ. പക്ഷേ വനിതകൾക്കായിട്ട് ക്ലബ്ബുകളില്ല. അതുകൊണ്ടാണ് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ഇന്റർ ഡിസ്ട്രിക്ട് ടീമുകൾ ഉണ്ടാക്കുന്നത്. ആണുങ്ങൾക്കൊരു ക്ലബ് ഇഷ്ടമായി കേരളത്തിൽ 2000 ചില ക്ലബ്ബുകൾ പല ജില്ലകളിൽ പ്രവർത്തിക്കുന്നു. 18 മുതൽ മുകളിലേക്കുള്ളവരും 17 മുതൽ പല ക്ലബ്ബുകൾ കളിക്കുന്നു, ടൂർണമെൻറ്റ് കളിക്കുന്നു, അല്ലെങ്കിൽ KCAയുടെ ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഈ 14 വയസ്സുള്ള കുട്ടികൾക്കും അല്ലെങ്കിൽ പെൺകുട്ടികൾക്കും മതിയായ ടൂർണമെൻറ്റുകളില്ല. കാര്യം ടൂർണമെൻറ്റുകൾ ക്ലബ്ബുകളാണ് നടത്തുന്നത്. കേരള ക്രിക്കറ്റ് അസോസിയേഷൻ നടത്തുന്നുണ്ട്, പക്ഷേ അതും 14, 13 അങ്ങനെയുള്ള പോലെ ഇൻ്റർ ഡിസ്ട്രിക്ട് മാച്ചുകൾ, അങ്ങനത്തെ മാച്ചുകൾ. ഈവൻ BCC തന്നെ ഇപ്പോഴാണ് ജൂനിയർ വനിതാ ടൂർണമെൻറ്റുകൾ തുടങ്ങിയത്. അപ്പോൾ എന്ത് പറ്റും? ഇവിടെ ഇതേമാതിരി കോച്ചുകൾ മാതാപിതാക്കൾ പിരിവിട്ടാണ് കൊണ്ടുപോകുന്നത്. അവിടെ ഈ പറഞ്ഞ ചെറിയ ചെറിയ ടൂർണമെൻറ്റുകൾ. ശരിക്കും ഞങ്ങളുടെ ഒരു സിസ്റ്റം, ഒരു ടൂർണമെൻറ്റ് ക്ലബ്ബ് രജിസ്റ്റേർഡ് ക്ലബ്ബ് നടന്ന ടൂർണമെൻറ്റ് KCA അപ്രൂവൽ വാങ്ങിക്കണം. ആ KCA അപ്രൂവലാണ് രജിസ്റ്റേർഡ് ടൂർണമെൻറ്റ്. അപ്പോൾ വനിതകൾക്ക് വേണ്ടി അങ്ങനെ KCA നടന്ന ടൂർണമെൻറ്റുകളും എറണാകുളത്ത് ചില വനിതാ ടൂർണമെൻറ്റുകളൊക്കെ ഉണ്ട്. വളരെ കുറച്ച് ടൂർണമെൻറ്റുകളുള്ളൂ. അതിപ്പോൾ എന്ത് പറ്റിയും ഇവർ കാശ് ഈ പറഞ്ഞ മാതാപിതാക്കളിൽ നിന്ന് കാശ് പിരിച്ചിട്ട് പലയിടത്തും പോയി ഈ ചെറിയ ചെറിയ ടൂർണമെൻറ്റുകൾ കളിക്കും. മാതാപിതാക്കൾ തന്നെയാണ് ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നത്. ഈ ഒരു തെങ്കാശി എന്ന് പറഞ്ഞ കഥ, ഈ തെങ്കാശി പറഞ്ഞ കഥ കേരള ക്രിക്കറ്റിനോ ജില്ലാ ക്രിക്കറ്റ് അസോസിയേഷനോ വിട്ടതല്ല. ഇതേമാതിരി ഈ പേരൻസ്, അതേ പറഞ്ഞാൽ അത്ര വിശ്വാസമുള്ളത് കൊണ്ടാണല്ലോ ഈ പേരൻസ് ഈ ഇത്രയും അവർ തന്നെ കാശ് കൊടുത്ത് ഈ കുട്ടികളെ കൊണ്ട് ഈ കോച്ചിൻ്റെ ഒപ്പം വിട്ടത്. അപ്പോൾ നമ്മൾ ഇവിടെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ തന്നെ ഒരു പേരൻ്റ് എപ്പോഴും വേണമെന്ന് ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. അത് ഈ പറഞ്ഞ ഞങ്ങളുടെ മൊഴികളിൽ അവരുടെ പേരൻസിൻ്റെ മൊഴികളിലും കുട്ടികളുടെ മൊഴികളിലും ഒക്കെ പറയുന്നുണ്ട് പോലീസ് സ്റ്റേഷനിലും. ഇവിടെ പ്രാക്ടീസ് നടക്കുമ്പോൾ ഒരു പേരൻ്റ് ഒപ്പം നിൽക്കണമെന്ന് പറയുമ്പോൾ ഈ കുട്ടികളെയും കൊണ്ട് തെങ്കാശിക്ക് ഇവർ തനിച്ചു വിട്ടു. ഞാൻ ആരെയും കുറ്റപ്പെടുന്നതല്ല. അങ്ങനെ ഒരു വിശ്വാസം ആ പേരൻസിനുള്ളത് കൊണ്ടാണല്ലോ ഞങ്ങളുടെ അടുത്തും എന്ന് പറയുന്നത് മനു നിരപരാധിയാണ്, ഇതൊരു ട്രാപ്പാണെന്ന് പറയുന്നത്. കോടതിയിലും സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്, പോലീസ് സ്റ്റേഷനിൽ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു കഴിവുള്ള ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം അല്ല ആ പറഞ്ഞ ഈ നീചനോ അല്ലെങ്കിൽ അങ്ങനത്തെ വേർഡുകൾ പറയാൻ എനിക്കറിയില്ല, ഞാൻ പഠിച്ചിട്ട് പറയാം. എന്നുവെച്ചാൽ അത്തരം ഒരു പ്രവൃത്തിയാണ് നടന്നത്, അതിന് നമ്മൾ ന്യായീകരിക്കുന്നില്ല. അപ്പോൾ ഈ ഒരു സംഭവത്തിൻ്റെ ഫാക്ട്സും വസ്തുതകളും ഇതാണ്. ഇനി ഞങ്ങൾ
എന്ത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു? നമ്മൾക്ക് ഇവിടെ ഞാൻ പറഞ്ഞ ഓരോ കാര്യങ്ങളും ഓർത്ത് പറയുകയാണ്, ടി വി ഷോയിൽ നിന്ന് കണ്ടിരുന്നത്. ഇപ്പോൾ പറയുന്നതെന്ന് വെച്ചാൽ എന്തുകൊണ്ട് നമ്മൾക്കൊരു ഒരു 3 അംഗ കമ്മിറ്റി, ഇങ്ങനത്തെ പ്രസ്ഥാനങ്ങളിൽ 3 അംഗ കമ്മിറ്റികൾ വേണം, അല്ലെങ്കിൽ 3 ലേഡീസുള്ളൊരു കമ്മിറ്റി വേണമെന്ന് പറയുന്നുണ്ട്. അതിന് അന്ന് സാംബശിവ ശർമ്മ അപെക്സ് കൗൺസിൽ ചർച്ച ചെയ്ത കഥകളൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അന്ന് നമ്മൾ ഒരു സുപ്രീം കോടതി അപ്രൂവ്ഡ് ബൈലോ, ഞാൻ ന്യായീകരിക്കുകയല്ല കേട്ടോ, ദയവേത് നിങ്ങൾ വിചാരിക്കരുത്. കാര്യം നമ്മളൊരു കാര്യങ്ങൾ ഫാക്ട്സ് പറഞ്ഞുകൊണ്ട് വരികയാണ്. നമുക്ക് തെറ്റ് പറ്റിയിട്ടുണ്ട്, ആ തെറ്റെവിടെയാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, അതിന് നമ്മൾ കറക്റ്റീവ് മെഷേഴ്സ് എടുക്കുന്നുണ്ട്. ഇനി ഒരു സംഭവം ഇത് ആവർത്തിക്കാൻ പാടില്ല ഒരു സ്പോർട്സിലും, അല്ലെങ്കിൽ എവിടെയും ഇത് ഇങ്ങനെ ഒരു സംഭവം ഇനി വരാൻ പാടില്ല. അതിനുവേണ്ടിയുള്ള പ്രിക്കോഷൻസ് കേസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അന്ന് നടന്ന തെറ്റുകൾ ഞങ്ങൾ തിരുത്തുകയാണ്. അന്ന് സംഭവിച്ചത് എന്താണ്? സുപ്രീം കോടതി ബൈലോ പ്രകാരം ഞങ്ങൾക്ക് ഒരു റിട്ടയർഡ് ഹൈക്കോടതി ജഡ്ജി ഓംബുഡ്സ്മാനായിട്ടുണ്ട്. അവർ ഓംബുഡ്സ്മാൻ എത്തിക്സ് ഓഫീസറാണ്. ഞങ്ങളുടെ ഇൻറ്റേർണൽ സിസ്റ്റം കറക്റ്റ് ചെയ്യാനും അതുമാതിരി തന്നെ പുറത്തുനിന്നുള്ള ഗ്രീവൻസസ് എടുത്ത് സ്വമേധയാ കേസെടുക്കാനുള്ള ഒരു റിട്ടയർഡ് ഹൈക്കോടതി ജഡ്ജി ഞങ്ങൾക്കുണ്ട്. അപ്പോൾ ആ ഒരു സിസ്റ്റമാണ് അന്ന് നമ്മുടെ സെക്രട്ടറി പറയാൻ ശ്രമിച്ചത് മാധ്യമങ്ങളുടെ കൂടി. ഞങ്ങൾക്ക് ഇങ്ങനൊരു സിസ്റ്റമുണ്ട്. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കി അത് ഓക്കെ, ഞങ്ങൾക്ക് ലോ പ്രകാരം നമ്മളത് കറക്റ്റ് ചെയ്യാൻ പോവുകയാണ്. ഇപ്പോൾ ഞങ്ങൾ ഇന്നലെ അദ്ദേഹം നമ്മുടെ അഡ്വക്കേറ്റ് രാജ് അദ്ദേഹം ജില്ലാ പ്രസിഡൻ്റാണ്. ഞങ്ങളതുമായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനുള്ള കറക്റ്റീവ് മെഷേഴ്സ് എടുക്കാനുള്ള എന്തൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഒരു അബദ്ധം ഇനി ആവർത്തിക്കാതിരിക്കാൻ വേണ്ടി